നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. മകൻ നക്ഷത്രം. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജൂൺ മാസ ആരംഭത്തിൽ തന്നെ ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം അനുഭവയോഗ്യമാകുന്നതാണ്. ബിസിനസ്സുകാർ, സ്വയം തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ പണമിടപാടുകളിൽ ജാഗ്രത പാലിക്കേണ്ടുന്ന സമയമാണ്. പ്രണയബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും വിവാഹ തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ നല്ല ഫലങ്ങളാണ് ജൂൺ മാസത്തിൽ മകൻ നക്ഷത്ര ജാതർക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി വിശദമായി. വളരെ പ്രധാനപ്പെട്ട ജോലികളിലെ അനാവശ്യമായ കാലതാമസവും അലസതയും കാരണം മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. എങ്കിലും ജൂൺ 15 മകം നക്ഷത്ര ജാതർക്ക് പൊതുവെ ഐശ്വര്യവും ഭാഗ്യവും കൈവന്നു തുടങ്ങുന്നു. തൊഴിൽ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല വിവരങ്ങൾ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക വശം ശക്തമാകുന്നു. ജോലിക്കാർക്ക്, ഗാർഹികമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് എല്ലാം അധിക വരുമാന സ്രോതസ്സുകൾ സംജാതമാകുന്നതായി കാണുന്നു. ആഡംബരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മറ്റും പണം ചെലവഴിക്കുവാനുള്ള സാധ്യത കാണുന്നതിനാൽ ദുർവ്യയം വരുത്താതെ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് കാര്യസിദ്ധി പ്രാപ്തമാകുന്നു. അധികാരം, സർക്കാർ എന്നിവയുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുന്നതാണ്. വളരെ കാലമായി വിദേശത്ത് കരിയർ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ജൂൺ മാസത്തോടെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാനും വിജയം നേടുവാനും കഴിയുന്നതാണ്. വിവാഹിതർക്ക് തങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി കാണുന്നു. ജീവിത പങ്കാളിയുമായും കുടുംബാംഗങ്ങളുമായും സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. സന്താനങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളെ സന്തോഷഭരിതരാക്കുന്ന സമയമാണിത്. നിങ്ങൾ കരിയറുമായോ ബിസിനസ്സുമായോ ബന്ധപ്പെട്ട് എടുക്കുന്ന ഏതൊരു യാത്രയും വലിയ തീരുമാനവും ഭാവിയിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ചെറുകിട കച്ചവടക്കാർ, ഭൂമി ഇടപാടുകൾ നടത്തുന്നവർ, ഓഹരി, ഷെയറുകൾ തുടങ്ങിയ കർമ്മരംഗങ്ങളുമായി ബന്ധപ്പെട്ടവർ എന്നിവർക്ക് ജൂൺ മാസം പകുതിയോടെ തന്നെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങളാണ് വരുന്നത്. നിങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ സഹായത്തോടെയുള്ള ലാഭകരമായ ചില പദ്ധതികൾ ചേരുവാൻ അവസരം ലഭിക്കുന്നു. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മുൻകാല അധ്വാനത്തിൻ്റെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ജൂൺ മാസം 20 കഴിഞ്ഞാൽ ഏതെങ്കിലും മതപരമായ അഥവാ മംഗളകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നു. ഈ സമയത്ത് ഭൂമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സ്വാധീനമുള്ള ചില വ്യക്തികളുടെ സഹായത്തോടെ പരിഹരിച്ച് നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെതായ നിമിഷങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത സുഹൃത്തുക്കളുമായുള്ള പെട്ടെന്നുള്ള കൂടിക്കാഴ്ച പഴയ ഓർമ്മകൾ പുതുക്കുകയും അതിലൂടെ പിൽക്കാലത്ത് നിങ്ങൾക്ക് കരഗതമാവുവാൻ പോകുന്ന പല ബന്ധങ്ങളുടെയും തുടക്കവും സാധ്യമാകുന്നു. ഇനി വിദേശ രാജ്യങ്ങളുമായി ഉള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടവർ തങ്ങളുടെ ഏത് സുപ്രധാനമായ തീരുമാനവും വളരെ ആലോചിച്ച് എടുക്കേണ്ട സമയമാണ്. ജൂൺ മാസം നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം മിതമായിരിക്കും. അതുപോലെ തന്നെ സന്താനങ്ങൾക്കും സഹോദര സ്ഥാനീയർക്കും മാതൃപിതൃ സ്ഥാനീയർക്കും വളരെയധികം പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ നിലവിലുള്ള പ്രണയബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടായേക്കാമെന്നതുകൊണ്ട് തന്നെ പരസ്പരമെല്ലാം തുറന്ന് സംസാരിച്ച് പ്രശ്നപരിഹാരം നടത്തുന്നത് ഫലാർഹമാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ജീവിത പങ്കാളിയുടെ പിന്തുണയും സ്നേഹവും കരുതലും ലഭിക്കുവാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജൂൺ മാസം നിങ്ങളുടെ സമയവും പണവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്നതാണ്. തങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന എന്തു ജോലിയും നാളത്തേക്ക് മാറ്റിവെക്കുകയോ പാതി മനസ്സോടെ ചെയ്യുകയോ ചെയ്യരുത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ
കഴിയുന്നത്ര വേഗത്തിൽ തന്നെ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതാണ് ശുഭം. ജോലിക്കാരാണെങ്കിൽ തങ്ങളുടെ ജോലിസ്ഥലത്ത് അവരുടെ സീനിയർമാരുമായും ജൂനിയർമാരുമായും മികച്ച ഏകോപനം തന്നെ നിലനിർത്തേണ്ടതാണ്. നിങ്ങളുടെ എതിരാളികളെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ വിദ്യാർത്ഥികളുടെ മനസ്സ് പഠനത്തിൽ നിന്ന് വ്യതിചലിച്ചേക്കാമെന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണ്. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം വരുന്ന സമയമാണ്. നിങ്ങൾ ഏത് സുപ്രധാനമായ തീരുമാനവും എടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ സഹകരണവും പിന്തുണയും ലഭിക്കുന്നതാണ്. ജോലി അന്വേഷകർക്ക് പുതിയ ജോലികൾ ആരംഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. ഭൂമിയോ കെട്ടിടമോ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ജൂൺ ജൂലൈ 22 വരെ വളരെ അനുകൂലമായ സമയമാണ്. പെട്രോൾ, ഡീസൽ, ഓയിൽ, ഓട്ടോമൊബൈൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിപണിയിൽ പെട്ടെന്നുള്ള ലാഭം ലഭിക്കുന്നതാണ്. വിപണിയിൽ നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നു. എന്നാൽ നിങ്ങൾ ജോലിക്കൊപ്പം ആരോഗ്യകാര്യത്തിലും വേണ്ടുന്ന വിധം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭക്ഷണശീലങ്ങൾ പ്രത്യേകം കരുതൽ ആവശ്യമാണ്. നിങ്ങളുടെ സ്നേഹം ആരോടെങ്കിലും പ്രകടിപ്പിക്കണമെന്ന് നിങ്ങൾ വളരെ കാലമായി ചിന്തിച്ചിരിക്കുന്നു എങ്കിൽ ജൂൺ മാസം പകുതിയോടെ തന്നെ കാര്യസിദ്ധിയുള്ളതായി കാണുന്നു. ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്ന പ്രണയബന്ധം കൂടുതൽ ശക്തമാകുന്നതായും കാണുന്നതിനാൽ ഉചിതമായ തീരുമാനമെടുക്കുന്നത് അഭിലഷണീയം. ജീവിത ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുവാൻ പലപ്പോഴുമായി ശ്രമിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. മകം നക്ഷത്രജാതർ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ തിരക്ക് ഒഴിവാക്കേണ്ടതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം കരുതൽ ആവശ്യമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ ശ്രദ്ധയോടുകൂടി ഓർത്തു വയ്ക്കുക. ഭൂമി, കെട്ടിടം, പൂർവിക സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതിയിൽ പോകുന്നതിനു പകരം പരസ്പര ചർച്ചകളിലൂടെ പരിഹരിക്കുന്നതാണ് ഉചിതമെന്ന് കാണുന്നു. ജൂൺ 2-ാമത്തെ ആഴ്ചയുടെ മധ്യത്തിൽ വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ വിശേഷ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങുവാനോ പണം ചെലവഴിച്ചേക്കാം. നിങ്ങൾ ഏത് മേഖലകളിൽപ്പെട്ടവരാണെങ്കിലും ഈ വ്യാഴ സംക്രമണ കാലയളവിൽ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങൾ ഏതായാലും ചില അസ്ഥിരതകളും ഉയർച്ച താഴ്ചകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിലുള്ള ആത്മവിശ്വാസവും നിങ്ങളുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുവാനുള്ള തിരക്കിട്ട് യാത്രയിൽ ജോലിയിൽ സമ്മർദ്ദം അനുഭവപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ജോലികൾ പൂർത്തിയാക്കുവാൻ സുഹൃത്തുക്കളുടെ സഹായം, പിന്തുണ എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നിരുന്നാലും സംയമനത്തോടെ സമാധാനത്തോടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടിത്തരുന്നതായി കാണുന്നു. നിങ്ങളുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിൽ ജൂൺ മാസം അവസാന പാദത്തിൽ ജൂലൈ പകുതിയോടുകൂടി പുരോഗതി അനുഭവപ്പെടുന്നതായി കാണുന്നു. ഇനി വിദേശത്ത് ഉപരിപഠനം നടത്തിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുവാൻ കുറച്ച് സമയം കാത്തിരിക്കേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്തുന്നവർ ബിസിനസ് മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിക്കുകയോ ആരെയെങ്കിലും അന്ധമായി വിശ്വസിക്കുകയോ ചെയ്യരുത്. ഒരു പ്രവൃത്തി അപൂർണമായി ഉപേക്ഷിച്ച് മറ്റൊന്ന് ആരംഭിക്കുന്നത് ഒഴിവാക്കേണ്ടുന്ന കാര്യമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ 2 പ്രവൃത്തികളും അപൂർണമായി നിലനിൽക്കുന്നതാണ്. കുറച്ച് അലസത അനുഭവപ്പെട്ടാലും നിങ്ങളുടെ ജോലി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ സ്വയം ചെയ്യുവാൻ ശ്രമിക്കുക. ഇനി ജൂലൈ മാസം തുടക്കത്തിൽ നിങ്ങൾ ഒരു സ്വാധീനമുള്ള വ്യക്തിയെ കണ്ടുമുട്ടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം കൊണ്ടുവരുന്നതായും കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ എതിരാളികൾ നിങ്ങളെ സ്വാധീനിക്കുവാനും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചുവിടാനും ശ്രമിച്ചേക്കാം. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ശ്രദ്ധാപൂർവം അതിജാഗ്രതയോടെ ചെയ്യുന്നത് അഭികാമ്യമാണ്. കൂടാതെ ജൂലൈ ആദ്യപാദങ്ങളിൽ ഓഹരി, ഷെയർ, ഊഹക്കച്ചവടം എന്നിവ നടത്തുന്നവർ വളരെ ജാഗ്രതയോടെ മാത്രം നിക്ഷേപങ്ങൾ ആരംഭിക്കുക. നിങ്ങളുടെ പിതൃപൂർവികർക്കായി യഥാസമയം യഥാവിധി
ബലികർമ്മങ്ങളും പൂജകളും നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ജലധാര, പിൻവിളക്ക്, മുൻവിളക്ക്, കൂവളത്തിലമാല എന്നീ വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണഫലാർഹങ്ങളാണ്. അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.